അഭിപ്രായങ്ങളുടെ പല വേർഷൻസും പല തലങ്ങളും കണ്ട് വളരുന്ന സമയമാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളും അതോടൊപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോംസുകളിൽ കൂടിയും അഭിപ്രായ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും നാം കാണുന്നുണ്ട്. അഭിപ്രായത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായമാണ് ഇന്ന് നമുക്ക് അഭിപ്രായത്തിൽ കൂടി പറയാനുള്ളത്. അഭിപ്രായത്തിൻ്റെ ഒരു സോഴ്സ് നോക്കുകയാണ്, സ്രോതസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് അഭിപ്രായം വരാറ്. മൂന്നാമതൊരു സോഴ്സ് കൂടിയുണ്ട്. പക്ഷേ ആദ്യത്തെ സോഴ്സ് എന്നുള്ളത് ഹൃദയമാണ്. വളരെ ഇമോഷണലായിട്ട്, പാഷനായിട്ട്, വളരെ ജെന്യുവനായിട്ടൊക്കെ കാര്യം പറയുന്ന ആൾക്കാർ അവരുടെ ഹൃദയത്തിൽ നിന്ന് അഭിപ്രായം പറയും. ഇങ്ങനെ പറയുന്ന അഭിപ്രായത്തെ ആരെങ്കിലും കോൺഫ്രണ്ട് ചെയ്താൽ അവർക്ക് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അയാളുടെ അഭിപ്രായത്തെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അയാളുടെ റിയാക്ഷനിൽ കൂടി തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇഫ് ദാറ്റ് ഒപ്പീനിയൻ ഇസ് കമ്മിങ് ഫ്രം ഹാർട്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ അഭിപ്രായത്തിൻ്റെ സോഴ്സ്. രണ്ടാമത്തെ സോഴ്സ് എന്നുള്ളത് ബ്രെയിനാണ്, മസ്തിഷ്കമാണ്. ഇത് കുറേ കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് വെൻ ഇറ്റ് കംസ് ടു ദ ഒപ്പീനിയൻ പാർട്ട്. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇന്നത്തെ ഫോക്കസും ഇവിടെ തന്നെയാണ്, റിലേറ്റഡ് ടു ബ്രെയിൻ ആൻഡ് ദ ഒപ്പീനിയൻ. മൂന്നാമതൊരു കൂട്ടർ കൂടിയുണ്ട്. അവർ പറയുന്ന അഭിപ്രായം അത് ഹൃദയത്തിൽ നിന്നാണോ അതല്ല തലയിൽ നിന്നാണോ എന്ന് ഈ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കോ മനസ്സിലാകില്ല എന്നുള്ളതാണ്. ഇങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും വരാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ഒപ്പീനിയൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം അത് വരുന്നത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെ സപ്പോർട്ട് ചെയ്യാനോ ആണ്. രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങൾ, മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിൽറ്റർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള അഭിപ്രായത്തിൻ്റെ സ്വഭാവം എന്നുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അഭിപ്രായം പറയുന്നവരും ധാരാളമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊപ്പഗൻഡ സ്പ്രെഡ് ചെയ്യാനുള്ള അഭിപ്രായ പ്രകടനങ്ങളും തീർച്ചയായിട്ടും നാം കണ്ടുവരുന്നുണ്ട്, വളരെ കൂടിയ തോതിൽ തന്നെ. പിന്നീട് മനസ്സിലാക്കാനുള്ളത് പറയുന്ന അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ റിയാക്ഷൻ, പ്രതികരണം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നാണ്. ഒരു നേതാവിനെ കാണുകയാണ്, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കും, എന്നിട്ട് അവർ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അയാളൊരു റിയാക്ഷൻ തന്നാൽ അടുത്ത വ്യക്തിയോട് പോയിട്ട് ഇയാൾ പറഞ്ഞത് ഇതാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അയാളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ എടുത്ത് മൂന്നാമതൊരാളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. മൂന്നാമതൊരാൾ പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞ ആളെടുത്ത് കൊണ്ടുപോകും. ആദ്യം പറഞ്ഞ ആളത് പിന്നീട് വീണ്ടും നാലാമതൊരാളുടെ കയ്യിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ അഭിപ്രായങ്ങൾ പല തലത്തിൽ പല ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ കൂടി കൊണ്ടുപോയി അവസാനം പുതിയ പുതിയ ന്യൂസുകളും വാർത്തകളും ബ്രേക്കിംഗ് ന്യൂസും ഒക്കെ നിങ്ങളുടെ ടെലിവിഷനിലും മൊബൈൽ സ്ക്രീനിലുമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു അഭിപ്രായം എന്നുള്ളത് ആ അഭിപ്രായം പറയുന്നതിൽ കൂടി ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ കാണുന്ന രീതിയാണ്. ഇത് നമുക്ക് ന്യൂസ് മീഡിയയിൽ മാത്രമല്ല നമ്മുടെ ലോക്കൽ വാട്സപ്പ് ഗ്രൂപ്പിലും കാണാൻ പറ്റും. ചില ആൾക്കാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും ആൾക്കാരെ മനസ്സിലാക്കാനും കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെയാണ്. പിന്നീടുള്ളത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. ചില ആൾക്കാരെ ഫ്രെയിം ചെയ്യാൻ, ചില സിറ്റുവേഷനെ ഫ്രെയിം ചെയ്യാനൊക്കെ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. വളരെ രസകരമായ കാര്യമാണ്, ഡേഞ്ചറസ് ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെയാണ് ന്യൂസ് മീഡിയയിൽ ചർച്ചകളിലും അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും നേതാവിൻ്റെ പിന്നാലെ മൈക്ക് കൊണ്ട് ഓടുമ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഫ്രെയിം ചെയ്യാൻ തന്നെയാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ, അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ അത് ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നു, അടുത്ത ആളുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്നു. ഈവൻ അടുത്തിടെ നടന്ന ഒരു യുദ്ധസമാനമായ സിറ്റുവേഷൻ നമ്മുടെ ബോർഡറിൽ നടന്നപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ രണ്ട് രാജ്യത്തുള്ള ആൾക്കാർ പറയുന്ന കാര്യം എന്നുള്ളത് പ്രൊവോക്കിംഗ് ആണ്. അവിടെയുള്ള ആൾക്കാർ അവരെ പ്രൊവോക്ക് ചെയ്യുന്നു, ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ പ്രൊവോക്ക് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഇതൊരു ന്യൂക്ലിയർ വാറിൻ്റെ അറ്റത്തിൽ എത്തിക്കാനാണോ ഇവർ ശ്രമിക്കുന്നത് എന്ന് പോലും തോന്നിപ്പിക്കാറുണ്ട്. ഇത് നമ്മുടെ അയൽരാജ്യവും നാവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ഈവൻ റഷ്യ ഉക്രൈൻ സിറ്റുവേഷൻ, ഗാസ ഇസ്രായേൽ സിറ്റുവേഷൻ, ഇവിടെയൊക്കെ നടക്കുന്നത് അഭിപ്രായ പ്രകടനങ്ങളിൽ കൂടി
തീ കൂടി ആളിക്കത്തിക്കുകയാണ്. ചില ആൾക്കാരാകട്ടെ അഭിപ്രായം പറയുന്നത് ടൈം പാസിനാണ്. അവർക്ക് കാര്യമായിട്ട് റോളൊന്നുമില്ല, ഇങ്ങനെ അഭിപ്രായം പറയും, എല്ലാ കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയും. അതിൻ്റെ ഭാഗമായി ചില അഭിപ്രായങ്ങൾ അവരിങ്ങനെ പറഞ്ഞു പോകും. സോ സംസാരത്തിൽ കൂടിയോ ചാറ്റിൽ കൂടിയോ എല്ലായിടത്തും ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ അഭിപ്രായം പറഞ്ഞ് വഷളാക്കുന്ന ആൾക്കാരുമുണ്ട്. തീർച്ചയായിട്ടും അവർക്കതൊരു ടൈം പാസ്സാണ്, ബാക്കിയുള്ളവർക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടായാലും. അഭിപ്രായ പ്രകടനം എൻ്റർടൈൻമെൻറ്റിന് കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ വളരെയധികം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. ചില ആൾക്കാരാകട്ടെ ഹോബിസ്റ്റുകളാണ്. അവർക്ക് അഭിപ്രായം പറയുക എന്നുള്ളതൊരു ഹോബിയാണ്. വെറുതെ ഇരുന്നാൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് ചില കാര്യങ്ങളിലെ അതിർവരമ്പുകളൊക്കെ ക്രോസ് ചെയ്ത് പല സിറ്റുവേഷനിലും അപകടകരമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ യൂസ്ലെസ് ആയ പല സിറ്റുവേഷനിലും എത്തിക്കാറുണ്ട്. സോ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് വരികയാണെങ്കിൽ ഈ തലത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് അഭിപ്രായങ്ങൾ ആരൊക്കെ പറയുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോവിഡിന് മുമ്പ് വരെ കവലകളിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ടൗണിലോ അല്ലെങ്കിൽ അടുത്തുള്ള കടയിലോ ഒരു പറ്റം ജോലിയില്ലാത്ത ചെറുപ്പക്കാർ അല്ലെങ്കിൽ അത്യാവശ്യം റിട്ടയർഡായ ആൾക്കാർ അല്ലെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ലാത്ത ആൾക്കാർ അവിടെ ഇരുന്ന് പത്രം വായിച്ച് ഏതെങ്കിലും ന്യൂസ് എടുത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. കോവിഡിന് ശേഷം ഏകദേശം അതൊക്കെ ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറിയിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 5 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഒരാളിങ്ങനെ കമൻറ്റ് തുടങ്ങും, ഏതെങ്കിലും ന്യൂസ് എടുത്തിടും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിനെ ഏറ്റുപിടിച്ച് 2 പക്ഷമായി നിൽക്കും അല്ലെങ്കിൽ 3 പക്ഷമായി നിന്ന് ചർച്ച ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയൊക്കെ ഉണ്ടാക്കി അവസാനം രാത്രി കിടന്നുറങ്ങുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും സിറ്റുവേഷൻ വന്നാൽ അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞ് വീഡിയോ ചെയ്ത് റീൽസ് ചെയ്ത് വാട്സപ്പിൽ വോയിസ് ഇട്ട് അങ്ങനെ അഭിപ്രായത്തെ പല രീതിയിൽ വളച്ചൊടിച്ച് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിലൊക്കെ എത്തിക്കാറുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഭിപ്രായത്തിൽ വരുമ്പോൾ നോക്കേണ്ടത് നിങ്ങൾ പറയുന്ന അഭിപ്രായം ഏതെങ്കിലും കാര്യത്തെ കൺട്രോൾ ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇഫ് യു ആർ ഇൻവോൾവിങ് ഇൻ എ പോസിറ്റീവ് മാനർ. അതല്ല നെഗറ്റീവ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ഭവിഷ്യത്ത് നാം തന്നെ അനുഭവിക്കേണ്ടി വരും. പിന്നീട് നിങ്ങൾക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത കാര്യം, അമേരിക്കയുടെ ബോർഡറിൽ നടക്കുന്നത്, ഉക്രൈനിൽ നടക്കുന്നത്, ജപ്പാനിൽ നടക്കുന്നത്, സൗത്ത് കൊറിയയിൽ നടക്കുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ അതിലൊന്നും കാര്യമായിട്ട് ഗുണമില്ല. സോ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകുമായിരിക്കാം. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണ് എന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചില ആൾക്കാർക്കൊക്കെ ഇൻക്ലൂഡിങ് മീ ലോകകാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. ഈവൻ ഞാനും അഭിപ്രായം പറയാറുണ്ട്. സോ ഐ എം ഓൾസോ എ വില്ലൻ ഇൻ ദാറ്റ് കേസ്. ബട്ട് അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ അഭിപ്രായം പറയുന്നതിൽ കൂടി എന്താണ് ഗുണമെന്നുള്ളത്. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായവും പ്രതീക്ഷിക്കുന്നു. സോ ഗുണമുള്ള അഭിപ്രായമുണ്ട്, ഗുണമില്ലാത്ത അഭിപ്രായമുണ്ട്. സോ കോമൺ മാൻ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ, സാധാരണക്കാർ അഭിപ്രായം പറയുമ്പോൾ ഇത് ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റാണ് കൊണ്ടുവരുന്നത് എന്ന് പലപ്പോഴും ഞാനും ആലോചിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായം എന്നും അറിയിക്കുക. പിന്നീട് സെക്കൻഡ് ലെയർ എന്നുള്ളത് ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ പിയേഴ്സാണ്, ക്ലാസ്മേറ്റ്സിൻ്റെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു നാടിലെ ഗ്രൂപ്പ്, അങ്ങനെ പല രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെയുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർക്കിൾസ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഈവൻ ഏതെങ്കിലും ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പല രീതിയിൽ ഒന്നിച്ചു വരുമ്പോൾ അവരും വാട്സാപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. സോ അങ്ങനെയുള്ള സർക്കിൾസിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. സോ ഇങ്ങനെ അഭിപ്രായം വരുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ഫ്രണ്ട്ലി വൈബ് കീപ്പ് ചെയ്യാൻ അഭിപ്രായം പറയുന്നവരുണ്ട്. പക്ഷേ ചില ബിരുദന്മാരൊക്കെ അഭിപ്രായം പറയുന്നത് ആൾക്കാരെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനാണ്. സോ ചില കാര്യങ്ങൾ ഇട്ടുകൊടുത്ത് ആ കാര്യത്തിൽ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരെ ഓരോ ബ്രാക്കറ്റിൽ വെച്ച് പിന്നീട് ആ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നീട് ഫേമസ് രാഷ്ട്രീയക്കാരാണ്. പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ പല തലത്തിലുണ്ട്. ടോപ്പ് ലീഡേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, സാധാരണ അനുഭാവികളും
ഒരു ലോ ലെവൽ രാഷ്ട്രീയക്കാരെ കുറിച്ചാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ മെയിനായിട്ടും ബ്രെയിൻ വാഷിങ്ങിന് വേണ്ടിയും അവരുടെ കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയും അടിയുണ്ടാക്കാനുമൊക്കെ അഭിപ്രായം പറയുന്നവരുണ്ട്. അതല്ല കുറേയും കൂടി അവരുടെ പൊസിഷൻ മുകളിലേക്ക് പോകുമ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ആൾക്കാരുമുണ്ട്. പിന്നീട് നമ്മുടെ മിനിസ്റ്റേഴ്സുണ്ട്, ഇൻഫ്ലുവൻസേഴ്സുണ്ട്, എക്സ്പേർട്സുണ്ട്, സബ്ജക്റ്റ് ലെവൽ എക്സ്പേർട്സ്. അവരഭിപ്രായം പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയും പബ്ലിസിറ്റിക്ക് വേണ്ടിയും അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനോ ഒക്കെയാണ്. പിന്നീട് അവസാനമായിട്ട് നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് നമ്മുടെ വേൾഡ് ലീഡേഴ്സാണ്, പ്രൈം മിനിസ്റ്റേഴ്സാണ്, പ്രസിഡൻസാണ്. സോ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തിൻ്റെ ഗതിയും വിധിയും ഒക്കെ മാറ്റിമറിക്കാറുണ്ട്. ഇന്ന് നാം കാണുന്ന കാര്യം തന്നെയാണ്. സോ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല സിറ്റുവേഷനിലേക്ക് ലോകത്തെ ഇറക്കി വിടുന്നുണ്ട്. അതാണ് പല കാര്യത്തിലും നമ്മെ ബുദ്ധിമുട്ടിലേക്കൊക്കെ നയിക്കുന്നത്. ചില അഭിപ്രായ പ്രകടനങ്ങൾ നല്ല കാര്യത്തിലേക്കും നയിക്കാറുണ്ട്. സോ ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ പല രീതിയിൽ വരുമ്പോൾ അഭിപ്രായത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്കും ഒരു അഭിപ്രായം വേണം. എല്ലാ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നതിന് പകരം ഞാൻ പറയുന്ന അഭിപ്രായം അത് ഇമ്പാക്റ്റ്ഫുൾ ആണോ, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആണോ, അതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം വരുന്നതിൽ കൂടി നിങ്ങളെങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നും മനസ്സിലാക്കേണ്ടതാണ്. സോ ഡസ് ഇറ്റ് മേക്ക് എ ഡിഫറൻസ്? നിങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നു, പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്, നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച്. അതല്ല, നിങ്ങളുടെ അഭിപ്രായ പ്രകടനം ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. അതല്ല, നെഗറ്റീവ് റിസൾട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ബെറ്റർ ടു കീപ് സൈലൻസ്. സോ ഈ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിൽ.